ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ തുടർവാദങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അന്തിമ വിധി ഇന്നുണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് സൂചന. മൂന്നാമത്തെ കേസിൽ ഈ മാസം 11-നാണ് എംഎൽഎയെ SIT അറസ്റ്റ് ചെയ്തത്. ശ്രീ കെ അഭിലാൽ ഉണ്ട് വിവരങ്ങളുമായി. അഭിലാൽ, ഗുഡ് മോർണിംഗ്. എംഎൽഎക്ക് ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരാൻ സാധ്യതയില്ല. കാരണം ഇന്ന് തുടർവാദങ്ങളായിരിക്കും നടക്കുക, അല്ലേ? ഗുഡ് മോർണിംഗ്. ജില്ലാ സെഷൻസ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഈ ഹർജി പരിഗണിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടുള്ളത്. 2 ദിവസം മുൻപ് വ്യാഴാഴ്ച ഈ ഹർജി പരിഗണിച്ച വേളയിൽ 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങളാണ് ഉണ്ടായത്. ആദ്യത്തെ 1 മണിക്കൂർ സമയം പ്രതിഭാഗമാണ് വാദമുഖങ്ങൾ അവതരിപ്പിച്ചതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ വിശദമായി ഈ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു. തുടർന്ന് തുടർ വാദങ്ങൾക്കായി ശനിയാഴ്ചത്തേക്ക് കേസ് മാറ്റുകയാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഈ കേസിന്റെ വിശദാംശങ്ങളിൽ കോടതി പോകും. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യമായിരിക്കും കോടതി തീർച്ചയായും ആരായുക. പ്രതിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ ഓൺലൈനിലൂടെ ഹാജരാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രോസിക്യൂഷൻ എന്തായാലും പുതിയ വാദമുഖങ്ങളിലൂടെ ഹർജിയെ എതിർക്കും. പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ നിലപാട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കേസിൽ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയുടെ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിട്ടത്. ആ വിഷയത്തിൽ ആദ്യഘട്ട നടപടികളിൽ അവർക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. തീർച്ചയായും അവരുടെ ഹർജി തള്ളും എന്ന് തന്നെയാണ് പ്രതിഭാഗം കരുതപ്പെട്ടിരുന്നതെങ്കിൽ ജില്ലാ കോടതിയിലേക്ക് ഹർജി എത്തിയതോടുകൂടി കുറച്ചുകൂടി പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും രണ്ടാം ഘട്ടത്തിലെ വാദങ്ങൾ കേൾക്കുന്ന കോടതി ഒരുപക്ഷെ വിധി പറയാൻ ഇന്ന് തന്നെ മറ്റൊരു ദിവസം തീരുമാനിക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് തന്നെ ഈ ഹർജി മാറ്റിവെക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ മറ്റൊരു സമയം തീരുമാനിക്കുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിധി പറയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു ദിവസം വിധി പറയാനായി കോടതി മാറ്റിവെക്കാനാണ് സാധ്യത.